ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ കാണുന്ന ഓരോ കാഴ്ചകളും അടുത്ത 12 ദിവസത്തേക്ക് ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. 28ാം ഓണത്തിന് ശേഷം പിന്നീട് വൃശ്ചിക മാസം എന്ന് പറയുന്നത് വേറിട്ടൊരനുഭവം തന്നെയാണ്. പല ദേശങ്ങളിലുള്ള ആളുകൾ ഭജന ഇരിക്കാൻ വരുന്ന കുറച്ച് ദിവസങ്ങൾ. ഇപ്പോൾ നമ്മളുള്ളത് ഓച്ചിറ അമ്പലത്തിലാണ്. വൃശ്ചികം 1 മുതൽ 12 വരെ ഭക്തിസാന്ദ്രമായതും ഒരുപാട് കാഴ്ചകളുമായി ആളുകളും തിരക്കും ഒക്കെ നിറയുന്ന കുറച്ച് ദിവസങ്ങളാണിത്. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനും ഈ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കില്ലായിരുന്നു. ഞങ്ങളൊരു 4 മണിക്ക് വന്നതുകൊണ്ടാകാം കുറച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവും. ആ തിരക്കിനിടയിൽ ജാനുബേബിയായിട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ അങ്ങനെ മതം ജാതി ഒന്നും നോക്കിയല്ല ആഘോഷിക്കുന്നത്. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഫെസ്റ്റീവ് സീസണാണിത്. ഇതിനൊക്കെ പുറമെ കുറേ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. കുറേ കടകളും സാധനങ്ങളും ഒക്കെ. ജാനുബേബിക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് ഈ ഒരു ഷോപ്പിലോട്ടാണ്. ഇവിടെ കുറേ മാലകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓരോന്നും കുറേ വെറൈറ്റീസ്, നമുക്ക് സെറ്റ് സാരി അങ്ങനെ എത്നിക് വേഴ്സിൻ്റെയൊക്കെ കൂടിയിടാൻ പറ്റി കുറേ ടൈപ്സ് ഓഫ് മാലകളുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഈ കിടക്കുന്ന ഓരോ മാലയ്ക്കും 50 രൂപയുള്ളൂ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരമായി ഓരോരോ മാലകളൊക്കെ നോക്കി അവസാനം 1-2 മാലയൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെയും നടന്ന് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് ഓച്ചിറ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ്. ഇവിടെ ഇപ്പം ഏതാണ് വഴിയെന്നൊന്നും അറിയാൻ പറ്റില്ല, അത്രയും തിരക്ക്, കടകൾ ഒക്കെയാണ്. ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ജാനുവിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു പാവയൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ അവിടെയൊക്കെ നിന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾ പോയത്. പണ്ട് ഈ കുടിലെന്നൊക്കെ പറയുന്നത് ഓല മേഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഷീറ്റിട്ടതായിരിക്കും ഓരോ കുടിലുകളും. പക്ഷെ നല്ല ചൂടാണ് ഈ ഉച്ച സമയത്ത് ഇതിനകത്തിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് ശേഷം നമ്മൾ പോകുന്നത് നക്ഷത്രവനം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ നഴ്സറീൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നക്ഷത്രവനം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോരോ നക്ഷത്രത്തിനും, അതായത് നാളുകൾക്കും ഓരോരോ വൃക്ഷങ്ങളുണ്ട്. അതിനെ പരിപാലിക്കുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് മുതലേ ഇതുള്ളതാണെങ്കിലും ഇപ്പോഴാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും പീസ്ഫുള്ളായിട്ടും ഇരിക്കാൻ കുറേ സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളും ഇതുപോലെ ചുറ്റും കെട്ടിയൊക്കെ പരിപാലിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏത് നാളുണ്ട്, ഏത് വൃക്ഷമാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ ഒരു നന്ദികേശനെ വെച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു ഓരോന്ന് കാണുന്നത്, ഇത്രയും ആളുകളെയൊക്കെ ഒരുമിച്ച് കാണുന്നതും ഒക്കെ ആയിട്ട്. അങ്ങനെ ഓരോരോ കടകളും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ പാവ, അത് ഇത് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനൊക്കെ ശേഷം ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് വേറൊരു കാര്യമായിരുന്നു. ജാനുവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊരു വർണ്ണവസന്തമായിട്ടുള്ള വേറൊരു കാഴ്ചയിലോട്ട് തന്നെയാണ്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ജെയിൻ വീല്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ മരണക്കിണർ എല്ലാം ഇവിടെ തന്നെയുണ്ട്. സോ ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് സീസൺ ഈ 12 ദിവസത്തേക്ക് ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാനുള്ള വകയാണ്. പണ്ട് സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പാസ് ഒപ്പിച്ചും എങ്ങനെയൊക്കെ ചാടാമോ അങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടെ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ ഫീലിംഗ് തന്നെയാണ്. ഇതുപോലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ തന്നെ നിന്ന്. ജെയിൻ വീൽ ഇപ്രാവശ്യം 2 എണ്ണമാണ്. ആൻഡ് സന്ധ്യയാകും തോറും ആളുകളുടെയും തിരക്കുകളും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്നതിന് ശേഷം നമ്മൾ വന്ന മെയിൻ പേർപ്പസിലോട്ട് പോയിട്ടില്ല. എപ്പം നമ്മൾ വൃശ്ചികമെന്ന് ആലോചിക്കുക കൂടി വൃശ്ചികത്തിന് കിട്ടുന്ന മുളക് ബജിയുടെ ഒരു ടേസ്റ്റ് അത് വേറെ എവിടെ നിന്ന് കഴിച്ചാലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുളക് ബജിയും കോളിഫ്ലവറും വാങ്ങി അങ്ങനെ
അതും കഴിച്ചു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സുണ്ടൽ മസാല. ശരിക്കും നമ്മളിവിടെ കടല മസാല എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയ്ക്കിത് ഒരുപാട് ഇഷ്ടമാണ്. വേറെ എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ഇത് ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ്. അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒരുപോലെ ഇത് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതും വാങ്ങി അതും കഴിച്ചു. പിന്നെ നമുക്ക് ഏത് ഫുഡും പോകുന്നതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചോളവും കൂടി വാങ്ങി അതും കഴിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ദീപാരാധന തുടങ്ങിയത്. അപ്പോൾ ദീപാരാധനയുടെ കാഴ്ചകൾ അവിടെ ഇതൊക്കെയായിരുന്നു. പിന്നീട് തിരക്കായി തുടങ്ങിയപ്പോഴത്തേക്ക് എങ്കിൽ ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ഈ കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.